സക്സസ്. ഇന്ന് എനിക്ക് ഒരാളെ സെറ്റ് ആവും. കോച്ച് വരൂ. நான் ட்ரெஸ் மாத்திட்டு இருக்கும்போது ஸ்கல்லுன்னு ஒரு புள்ளி வந்து ஓகே அவன் வந்துட்டு அண்ணா அவன் வந்துட்டு நம்ம வந்துட்டு வெளில போறோம். சிம்பிள் ட்ரெஸ் அல்லே. ഇത് കൊള്ളാം കൊള്ളാം ചന്ദ്ര കൊള്ളാം. എന്താ പരിപാടി? അണ്ണനോട് പറഞ്ഞു അതെന്താ പരിപാടി? ഫുൾ അണ്ണനോട് നമ്മള് ആണല്ലേ? ഓക്കെ എന്നാ നമുക്ക് ഒരുമിച്ച് കോച്ച് ഇതാ ഇതൊന്ന് പറക്കിയെടുത്ത് മേൽക്കൊണ്ട് വെച്ച് ഇങ്ങോട്ടൊന്ന്. കോച്ചുണ്ടോ നമ്മളോടെ? എടാ അതാ ഇതങ്ങ് പറിച്ചു വെച്ചടാ. കൊറേ നാളായി ഇവിടെ തന്നെ ഇതിരിക്കും. നമ്മളോട് വരാനുള്ള പരിപാടിയാ. അതാണ് അപ്പൊ കുറച്ച് നേരം കളിച്ച് എന്റെ സ്മോൾ ആയിട്ട് മുടിக்கிறேன். ഓക്കെ സ്കല്ലിന് ഒരു പുള്ളി നമ്മൾക്ക് ഇൻവെസ്റ്റർ വരും. പെട്ടെന്ന് പറ. കള്ളന്നൊരു പുള്ളി 50 വട്ടം പറഞ്ഞു. வந்து ഒസാമ കിட்ட ഇருந்து അത് അമേരിക്കക്കാരെന്ത് പാടുപെട്ടിട്ടാ പിടിച്ചെന്നറിയോ ബില്ലാദിനെയൊക്കെ. കുഴിയൊക്കെ കുരിന്ന് തുരന്നൊക്കെ പോയാണ് കൊണ്ടുവന്നത്. ബ്രസീലിയൻ സുമ്മാവാ. പിന്നെ എന്ത് പാടുപെട്ട്. அப்புறம் அந்த போட்டோலாம் எப்படி மாத்தணும்? അത് ഇല്ല അവിടുത്തെ ഫോട്ടോ ഒന്നും മാറ്റണ്ട. അവിടുത്തെ ഫോട്ടോയിലെല്ലാം നമ്മുടെ OG മെമ്പേഴ്സ് അതിനകത്ത് മൊത്തം. ഇല്ല ക്ലീൻ പண்றதுக்கு. ഇല്ല തൽക്കാലം എവിടെയെല്ലാം നൂരി മാറ്റി വെച്ചിരുന്നാ മതി. ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ്. ഹലോ പറയടാ. എടാ ഞാൻ വരുമ്പോ മാത്രം എന്താടാ എല്ലാരും സേഫ് സോൺ ആക്കുന്ന സിറ്റി? വേണ്ട എന്റെ നിഴലിന് ഉടുപ്പില്ലെന്ന്. ഞാൻ താഴെ എവിടെ നമ്മൾ അണ്ണന്റെ കൂടെ തന്നെ ഉണ്ടാവേ. ചെറിയൊരു ത്രെട്ടറിങ് കൊണ്ടാണ് എന്റെ ഡ്രസ് നോക്കി. എന്ത് എന്താടാ ആരാടാ എവിടെ ആരാര്? പരുന്തുവാസു കോൾ 12. എന്തിനാ വിളിക്കുന്നത്? അണ്ണൻ നമ്പർ ഇടണ്ട, അവൻ വിളിക്കട്ടെ. ഏടാ ഇല്ലടാ എനിക്ക് അങ്ങനെ ഒരു ഈഗോ ഉള്ള ആളല്ലോടാ ഞാൻ. വിളിച്ചു നോക്കാം. നമ്മൾ ഡൗൺ ടു എർത്ത് അല്ലടാ. ഹലോ ഹലോ മിസ്റ്റർ പരന്തുവാസാണോ? അതെ പരന്തുവാസാണ്. ആരാണത്? ഞാൻ കുക്കുച്ച ഡെലിവറി സർവീസിൽ നിന്നാണ്. നിങ്ങൾക്ക് ഒരു ഡെലിവറി ഉണ്ടായിരുന്നല്ലോ. ഇത് ഇവിടെ വീട്ടിൽ കൊണ്ട് തരുമോ? വീട്ടിലുണ്ടോ തരാം. വീട്ടിലുണ്ടോ ഇപ്പൊ? വീട്ടിലുണ്ട്. ഓക്കെ ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്നാ മതിയോ അതോ? ഗേറ്റിന്റെ അവിടെ വന്നിട്ട് വിളിച്ചോ. ഞാൻ ഓക്കെ ശരി. ആരോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റും? എനിക്ക് എന്തോ ഡെലിവറി ഉണ്ടെന്ന്. അണ്ണത് നോക്കണല്ലോ. ബോംബാണെങ്കിലോ? അണ്ണ ത്രെട്ടറിങ് കൊണ്ട് അണ്ണനെ വാലന്റൈൻസ് ഡേ അല്ലടാ. ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് എല്ലാം നന്നായിരിക്കൂടാ. അണ്ണാ അതിലൊരു ബോംബ് പറ്റത്തില്ല. ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേകളിലാണ് ഓരോന്ന്. ഞാൻ നോക്കാം ഫസ്റ്റ് എന്തായാലും. ഞാൻ ഗാങ് ഹൗസിനകത്തുണ്ട്. കോച്ചിനും ത്രെട്ടറിങ് ഉണ്ട്. കോച്ചിനും തനിച്ചു വിടത്തില്ല. ഇങ്ങനെ ഒരു ലീഡർ ഉള്ളതിനേക്കാളും നല്ലത് ശവം ലീഡർ ആയിട്ടിരിക്കുന്നതാണ്. ടോക്കിയോ സ്നീക്കി ടാറ്റു. അതാരാണ് പറഞ്ഞത്? അവൻ അവിടുത്തെ ഹലോ വാസു അല്ലേ? അതെ ആരാ? ഞാൻ ഒരു ഗ്യാങ് ഹൗസിലോട്ട് വിസിറ്റ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. അതിന് പെർമിഷൻ ഉണ്ടാവോ? കേറി കണ്ടോ കുഴപ്പമൊന്നുമില്ല. കാണാവോ? ഞാൻ എന്നാ പുറത്തുണ്ട്. ഒരാളൊന്ന് വിടുവോ ഗ്യാങ് ഹൗസ് കാണിക്കാൻ? ഗ്യാങ് ഹൗസ് കാണാൻ? ഞങ്ങള് ഗ്യാങ് ഹൗസിലുണ്ട് ബ്രോ. കേറി കണ്ടോ? അകത്തോട്ട് വന്നോട്ടെ? ഓക്കെ താങ്ക് യു. ഗോയിങ് വിത്ത് ദ ട്രെൻഡ്. ഹോസ്റ്റലാണ്. എനിക്ക് മനസ്സിലായി. അവരുടെ ഹോസ്റ്റലിന്റെ MRC ടോക്കിയോ സിറ്റുവേഷൻ എന്താണ് മനസ്സിലായി. അവര് ഇടിപ്പിച്ചതാ.
ഹലോ. യോ താങ്ക് യു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ. കേറിക്കണ്ടോ. ഓക്കെ താങ്ക് യു. പക്ഷെ ഞാൻ വേറെ അവൻ ഊക്കുവാണ്. എനിക്ക് തോന്നി അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ. കുഴപ്പമില്ല. എടാ ചിലരുടെ സംസാരമായിരിക്കും. ഞാൻ പറയട്ടെ, വേറെ കാര്യം പറയട്ടെ ഗൈസ്. ഈ സിറ്റിയിലെ ഇപ്പൊ ഈ RPയുടെ ക്ലിപ്സ് ഒക്കെ കണ്ടിട്ട് കുറെ പേര് പുതിയ കുറെ വാണപ്പന്മാര് സിറ്റിയിൽ കയറിയിട്ടുണ്ട് കേട്ടാ. ഒരു റൂളും അറിയത്തില്ല, ഒന്നും അറിയാതെ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ നിന്ന് മുതുക്കിൽ നിന്ന് ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കണ ഒരു ക്ലിപ്പ് ഞാൻ ഇന്ന് കണ്ട്. എന്റെ ആളിയ അവന് പെർമനന്റ് ബാനും കിട്ടി കേട്ടാ. അവന് സിറ്റിയിൽ നിന്ന് പെർമനന്റ് ബാൻ കിട്ടി. ഇപ്പൊ സ്വാമി ശരണം ദൈവമേ. അയ്യോ. ഹലോ. ഹലോ സാറേ, ഗേറ്റിന്റെ മുമ്പിലുണ്ടേ. അതെ വരുന്ന. ഓക്കെ. ലോയൽറ്റി പോയിന്റ്സ്. 40-46. കാർഡുണ്ട്. 40 കാർഡ് കൊണ്ട് കാര്യമില്ല. ഫുഡും വെള്ളം എന്തെങ്കിലും തിന്നിട്ട് ഒരു സെക്കൻഡ് അല്ലേ ചത്തു. പോയിന്റ്സ് പോയിന്നോ? എന്ത് എന്താടാ? എന്റെ പേര് ലിക്ക് എന്നാണ്. കുക്കൂച്ച ഡെലിവറി സർവീസിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഡെലിവറി നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് തരാൻ വന്നതാണ്. ഞാൻ ഓൺലൈനിലൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് അവർ ബുക്ക് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുപോയിരിക്കും. അതപ്പോൾ അവർ ലിസ്റ്റായിട്ട് വെബ്സൈറ്റിൽ തന്നെ തന്നിട്ട് പേയ്മെന്റ് വെബ്സൈറ്റിൽ തന്നെ, അങ്ങനെയാണ്. എനിക്ക് ആരാണ് ഗിഫ്റ്റ് തന്നത്? അത് പേര് റിവീൽ ചെയ്തിട്ടില്ല ആള്. പക്ഷേ ഒരു ലെറ്റർ അടക്കം ഒരു ഗിഫ്റ്റ് പാക്കാണ് വന്നേക്കുന്നത്. അത് ഞാൻ തരട്ടെ? തന്നു. ഇതിലുള്ള ഐറ്റംസ് അതിൽ ഗിഫ്റ്റിൽ നിന്ന് പുറത്തെടുത്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഞാൻ അകത്ത് പോയി സമാധാനത്തോടെ വായിച്ചോളാം. ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിന്റെ പേയ്മെന്റ് എല്ലാം ഉണ്ടോ? ഇല്ല, പേയ്മെന്റ് എല്ലാം ഓൾറെഡി ചെയ്തു. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ശരി, എവിടായിരുന്നു? ഞാന് ഒരു ചെറിയ പനി പിടിച്ച വാസവനെ, പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക്. ആണാ? ഒത്തിരി നാളെ കേട്ടിട്ട് കേട്ടാ. സത്യം വാസവ വല്ലപ്പോഴൊക്കെ സിറ്റി വരണം. അതെ. ഞാനാണ് ഇപ്പൊ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ റെഗുലർ ആയിട്ട് വന്നോണ്ടിരിക്കുന്ന ഒരാൾ. മനസ്സിലായ പാപ്പന്? അതല്ലേ പിന്നെ വാസുമോനെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം സിറ്റി വന്നിട്ടുണ്ട് ഇന്ന്. അറിഞ്ഞായിരുന്നോ? എന്ത് സാധനം? അറിഞ്ഞില്ലേ? ഇല്ല. ഇവിടെ നീ ഒന്നും പറഞ്ഞു കൊടുത്തില്ലടാ. അത് സൂപ്പർ സാധനം 3021. അത് വേറെ അല്ല, അത് 3021. ഇതാര ലെക്സ് ആണ്? കോച്ച്. ഞാൻ എന്നൊക്കെ അവിടോട്ട് പോവാം. ഒരു കാര്യം ചേട്ടാ, ഞാൻ നേരെ പോയിട്ട് ഞാൻ ഒന്ന് പോയി മേളത്തെ വെളിയിൽ കുറെ തുണി അയൽ വിരിച്ചിട്ടേക്കണ കേട്ടാ. ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും എടുത്ത് ഉണക്ക അകത്ത് വെച്ചിട്ട് ഇതാ വരുന്നു. പെട്ടെന്ന് വരാവേ. ഇല്ല കൊച്ചു, വേണ്ട. എന്റെ സാധനങ്ങൾ ഞാൻ വേറെ ആരെ കൊണ്ട് ഇടിപ്പിക്കത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ വരാം. ഞാനും ഈ ഇങ്ങേരും ജയിലിൽ കിടക്കണ സമയത്ത് ഇങ്ങേറെ വല്യപ്പ മരിച്ചു പോയിട്ട് കാണാൻ കൊണ്ടുവന്ന് ജയിലുകാർ പറഞ്ഞിട്ട് പോലും ഒരു നോക്ക് പോയി വെള്ളം കൊടുക്കാത്തവരാണ്. ഇപ്പൊ എന്നെ സഹായിക്കാൻ എന്റെ ജട്ടി വിരിച്ചിടാൻ വരുന്നു, എന്നെ സഹായിക്കാൻ വരുന്നു. വലിയ മനസ്ത. കഥവിലൊക്കെ
സമ്മതിക്കൂല 505. ഹലോ ஹலோ എന്താ കോച്ച്? ஸோ இப்போ தனியாக பேசலாம், வேற எதுவும் இல்லை. ഓക്കെ തനിയാ പേസ്. என்னன்னா அந்த நம்மளோட இன்வெஸ்டர் பேர் என்ன? സാബ് ഗുരു. சாப் குரு வந்துட்டு ஒசாமாவோட ஏதோ டீல் பண்ணியிருக்கு போயிட்டு. ஓகே, 24 கன்னு போன வாரம் வாங்கியிருக்கு. இந்த எஸ்டே ஆர் டே பிஃபோர் எஸ்டே ஒரு 10 கன் மேடிச்சிருக்கு. സാബ് ഗുരു അതെ 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 അതെ. സോ അപ്പൊ നീ പോയി സാബ് ഗുരു கிட்ட കുറച്ച് സംസാരിച്ചാ എന്താ വിഷയം കുറച്ച് നോக்கலாம், அதுக்காக சொன்னேன். ஓகே, ഈ ഇൻഫോ കൊടുത്തത് സാബ് ഗുരുவோட ഫ്രണ്ടാണ്. பட் ஆனா அவனுக்கு சாப் குருவுக்கு தெரியாத இருக்கணும்னு பாத்துக்க சொல்லியிருக்கான். ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ല, അത് നമുക്ക് കുഴപ്പമില്ല. சரி, ഓക്കെ. ഓക്കെ. വെള്ളം കുടിക്കട്ടെ, അല്ലേ ചത്തു പോകും. തനതും ആ. എങ്ങനെ എടുക്കും? സോറി, എനിക്ക് വാലന്റൈൻസ് വീക്ക് വരാൻ പറ്റിയില്ല. സോ ഞാൻ ഇതൊക്കെ കൊടുത്തു വിടുക. റോസ് ഫോർ റോസ് ഡേ, എ റിംഗ് ഫോർ പ്രപ്പോസ് ഡേ, ചോക്ലേറ്റ് ഫോർ ചോക്ലേറ്റ് ഡേ, ടെഡി ഫോർ ടെഡി ഡേ, ഐ പ്രോമിസ് ടു ബി ഓൾവേസ് ദെയർ ഫോർ യു പ്രോമിസ് ഡേ, ഒരു 100 ഹഗ് ഫോർ ഹഗ് ഡേ, കിസ് ഇല്ല ബട്ട് കിസസ് ചോക്ലേറ്റ് ഫോർ കിസ് ഡേ. വാലന്റൈൻസിന് ഞാൻ ഉണ്ടാവില്ല, ബട്ട് അഡ്വാൻസ് വാലന്റൈൻസ് ഡേ വിഷസ്. മിസ് യു, ഫുഡൊക്കെ കഴിക്കണേ, ഹാപ്പി ആയിരിക്കും, സ്നേഹം മാത്രം. ഇത് മറ്റേ എല്ലാരും എക്സ്പോസ് ചെയ്യുന്ന പുള്ളിയാണ്. വാലന്റൈൻസ് ഡേയുടെ പൂവ്, റിങ്, ചോക്ലേറ്റ്, ചെടി. ഇത് ദർശനയാണോ? ദർശനം എഴുതിയിട്ടില്ല അതിലൊന്നും. എഴുതിയിട്ടില്ല. ഫുഡൊക്കെ കഴിക്കണേന്ന് പറയണത് ദർശനയാ. ശരിയല്ലേ ഫുഡ് കഴിക്കണേന്ന് പറഞ്ഞത്. എന്തി എനിക്ക് ദർശുവാണ് ഗിഫ്റ്റ് അയച്ചേ, അല്ലെങ്കിൽ എന്തിനു ചെയ്യും? അല്ലേ വേണ്ട, ഒരു ഐഡിയ ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് ലൂസിയ. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. വേറെ ആരെങ്കിലും അയക്കാൻ സാധ്യതയുണ്ടോ? ബ്ലൂ താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. എല്ലാവർക്കും കേട്ട് സുമതിയമായ. അയ്യോ, ഒരാളുടെ ഉണ്ട്. സാനിയ എന്തിയ? സാനിയ താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. എൻ്റെ ഐഡിയ എന്താണെന്നറിയോ? ഇവരെല്ലാവരും റിപ്ലൈ അയക്കും, അയക്കാത്തവരൊക്കെ റിപ്ലൈ അയക്കും. അതിന് ഞാൻ ഒന്നും അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് റിപ്ലൈ അയക്കും. അന്നേരം ഞാൻ അവരോട് പറയും, അപ്പോഴെങ്കിലും എന്നെപ്പറ്റി ഓർത്തല്ലോ, വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും തന്നില്ല എന്നങ്ങ് പറയും. മനസ്സിലായോ? അതിലവർ വീഴും, അവർക്ക് റിഗ്രറ്റ് അടിക്കും. അവരെനിക്ക് എന്തെങ്കിലും മേടിച്ചു തരും, അല്ലെങ്കിൽ നേരിട്ട് കാണാമെന്ന് പറയും. നിനക്കത് ബുദ്ധിയില്ലടാ. ഇതൊക്കെ നമ്മുടെ ഓരോ ട്രിക്സ് അല്ലേ. എടാ ലെക്സേ, നിന്നെ 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിരുന്നണ്ണ, ഞാൻ പിന്നെ അണ്ണൻ വന്നില്ലല്ലോ. ഇന്ന് ഞാൻ അറിഞ്ഞില്ല വരുന്നുണ്ടെന്ന്. ആണല്ലേ? ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ വന്നതാ.
എന്താ ചന്ദ്ര ഇവിടെ നിന്നത്? അകത്തോട്ട് വരാൻ എന്താ? അല്ല അണ്ണാകത്ത് ഡ്രസ് മാറുമ്പോ ഞാൻ എങ്ങനെ അണ്ണാ? ഡ്രസ് മാറുമല്ലായിരുന്നു, ഞാൻ തുണി മടക്കി വെക്കുമായിരുന്നു. അല്ല എനിക്ക് അറിഞ്ഞോട്ടില്ല നമ്മളൊരാളുടെ പ്രൈവസിയിലോട്ട് കയറി പോണ ശരിയല്ലിട്ടുള്ള കാര്യമല്ലല്ലോ. പെണ്ണുപിള്ളക്ക് പൂ കൊടുത്തായിരുന്നാ? എന്ത് പൂ? വാലന്റൈൻസ് ഡേ അല്ലടാ. ഇന്നെന്താ സൂര്യൻ തെക്കുതിക്കോ? ലോകത്തുള്ള പെണ്ണുങ്ങളുടെ എല്ലാം പുറകെ നടന്നിട്ട് ഒന്നും സെറ്റ് ആവാതെ വാലന്റൈൻസ് ഡേക്ക് കാമുകന്മാരും ആഘോഷിക്കുന്ന ദിവസം മാത്രം സിഗ്മയായിട്ട് അഭിനയിക്കുന്ന അച്ചിപ്പട്ടി. നമ്മളിപ്പോലെ റിയൽ സിഗ്മയാണ് ചന്ദ്ര. അതെ. ഇങ്ങനെ ആ, നീ പറയാൻ വേണ്ടി നടന്നോ? എനിക്ക് ചോക്ലേറ്റ് ഡേയിൽ തന്ന ചോക്ലേറ്റ് ഞാൻ കഴിച്ചില്ലായിരുന്നു. ഒരു മിനിറ്റ് ഒന്ന് കഴിച്ചു. ആ അണ്ണാ അന്നനാളത്തിൽ കുടുങ്ങാൻ നോക്കണേ. ഇല്ല ഇല്ല. കണ്ടിയാ അത്? സ്വാമി ശരണം. അണ്ണാ നീ ആരെ ഉപദ്രവിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, അപ്പൊ വാറൊക്കെ എന്ത് ചെയ്യണ? ഇന്ന് സേഫ് സോൺ അല്ലേ, വാറല്ലല്ലോ. ആ ലൂസിയ മെസ്സേജ് ഓക്കെ. ഹലോ, ഞാൻ വിളിച്ചാണ് അവനെ. നീ എന്നെയാണല്ലോ ഇടിച്ചു തന്നിട്ട്. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ എന്റെ കണ്ണാടി പോയി എന്റെ. റേഡിയോ കേറില്ല. ഞാനൊരു കാര്യം പറയാം. എന്തായാലും നമുക്ക് ആർക്കും പെണ്ണ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരുത്തൻ ഈ വാലന്റൈൻസ് ഡേക്ക് ഈ കടൽ തീരത്ത് ഇവന്മാർ ഇടയ്ക്ക് മണ്ണ് വാരി ഇടണം കേട്ടാ. ഞാനൊന്നും ഉപദ്രവിക്കാറുണ്ട് ഈ വാലന്റൈൻസ് ഡേക്ക് ആഘോഷി കിടക്കണമാരെ. എന്താ? ഞാനിങ്ങനെ ഉപദ്രവിക്കാറുണ്ട് വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ. അവിടെ ബീച്ചിൽ കുറെ എണ്ണം മറ്റേ ലവിന്റെ സിമ്പലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ കുറെ എണ്ണം ഇരിക്കുന്നു ഫോട്ടോ എടുക്കുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, അതില്ല ബാക്കി എല്ലാവരുടെ ഉണ്ട്. എനിക്കൊരു അർജന്റ് കോൾ വിളിക്കണം, അത് പറഞ്ഞപ്പോഴും ഓർത്തെ. ബ്ലോക്ക്ഡ്. ഒരു ഫോട്ടോ വെച്ചേക്കാം. കാരണം നോക്കിയാൽ കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം. എന്താ കേട്ടില്ല? പൊറോട്ട് കണ്ണു തുറന്ന് നോക്കണ്ട. കണ്ണു തുറന്ന് നോക്കിയാൽ കാണാം ആ വെളിച്ചം. റൈറ്റ്. അപ്പാപ്പനെ ഓൾറെഡി കണ്ടായിരുന്ന, വെളിച്ചം കണ്ടിട്ടാ ഞാൻ കേറിയത്. അപ്പാപ്പന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു കേട്ടാ. കെടാ വിളക്ക് നമ്മുടെ വീട്ടിലെ സംസാരം കെടാ വിളക്ക്, അതായത് കെടാത്ത വിളക്ക്. അതിലെനിക്ക് ഒരു ഫോട്ടോ ലോഡായുള്ള ലക്സ്. അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നേരത്തെ എന്തോ പണ്ടെന്തോ വെച്ചാ കൊള്ളോടാ കിടിലും. ഇതെനിക്ക് അല്ലാതെ അയച്ചേരണേ. ഓൾ പേപ്പർ അപ്പാ വാലന്റൈൻസ് ഡേ ആയിട്ട് സിറ്റിയില് കുറച്ച് പെമ്പിള്ളേർക്ക് എന്താ വൈറ്റ് ലിസ്റ്റ് കൊടുക്കാഞ്ഞ്? അപ്പാ നമ്മുടെ ഇവിടെ ഇവിടെ ഇപ്പൊ പെമ്പിള്ളേര് കുറവാ അപ്പാ. എല്ലാരും സെറ്റ് ആയി പോയി. സെറ്റ് ആവണം. അപ്പാ ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങ് വന്ന് അപ്പാ വന്ന് ഒരു കാര്യം പറയണ്ട്. എന്താണ് പേരില് വരെ സിംഗിൾ എന്നിട്ടിട്ട് മൂഞ്ചിത്തരം കാണിക്കുന്നവനൊക്കെ. ആമിയെ അപ്പാ അതെ അപ്പാ എന്തെങ്കിലും ഒരു ഡീൽ ചെയ്യാൻ പറ്റും. അതായത് വൈറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വേറെ ആരുടെ അടുത്ത് സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് സംസാരിക്കണം. അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുമോ? 5 മിനിറ്റിലാണ് ഇവിടെ ഇപ്പൊ പോണത്. പുതിയൊരു പരിപാടി അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താൽ മതി. പെമ്പിള്ളേർക്ക് വൈറ്റ് ലിസ്റ്റ് കൊടുക്കണമെങ്കിൽ എൻ്റെ ഒരു ഇന്റർവ്യൂടെ പാസ് ആവണം. പുതിയൊരു വൈറ്റ് ലിസ്റ്റ് ഉണ്ടോ? വാസവനെ പരന്ത് വൈറ്റ് ലിസ്റ്റ് അത് വേണ്ട ഇത് മതി. പെമ്പിള്ളേർ ആര് വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ വന്നാലും ഒരു ഇന്റർവ്യൂ ഉണ്ട്. അത് എൻ്റെ ഇന്റർവ്യൂ, അത് പാസ് ആവണം. അത് സെറ്റ് ആക്കാൻ പറ്റുമോ അപ്പാപ്പര്? പിന്നെന്താ, നമുക്ക് മറ്റേ ആപ്ലിക്കേഷൻ ഇടാം. എന്റെ സെർവറാടാ. ആ വൈറ്റ് ലിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വൈറ്റ് ലിസ്റ്റ് കിട്ടുമെന്ന് പറയാം നമുക്ക്. ഏത് അത്രേ ഉള്ളൂ, പിന്നെ അല്ല. അത് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ നടക്കത്തില്ല. അപ്പൊ എന്നെ എന്തോ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് കാണിക്കാന്ന് പറഞ്ഞേ? വാസവന്റെ വിഷമം മനസ്സിലാക്കി അപ്പാപ്പൻ ഒരു
അപ്പൊ അവന്റെ സൗണ്ട് കുറവാണല്ലോ, ഷൗട്ടാണോ? ഷൗട്ടാണോ അത്? അല്ലല്ല, സൗണ്ട് കുറവാ, ഷൗട്ടിൽ ഇടാൻ. ഈഗിൾ ഫയൽസ് ലോഡിങ്. ഇല്ലല്ല കുഴപ്പമില്ല, പറ. വാസുമോന്റെ വിഷമം മനസ്സിലാക്കി അപ്പാപ്പൻ വാസുമോന് വേണ്ടിയിട്ട് ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഈ വാലന്റൈൻസ് ഡേക്ക് വാസുമോന്റെ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല. പറഞ്ഞാ മതി. അത്രേ ഉള്ളൂ. വാസുമോൻ വണ്ടി എടുക്കാം. എടാ വണ്ടി എടുക്കാം. അപ്പൊ നല്ലൊരു വണ്ടി പോയാലോ നമുക്ക്? എന്താ സുമതി അമ്മയെ സാരി കൊടുത്തങ്ങാണ് അവിടെ വെച്ചിരിപ്പിക്കാണ്, അടിക്കാണ് ഞാൻ. വാസുമോനെ അതൊരു സംസാരം. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കളയാ എനിക്ക്.